അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹല്ലി സബഖ് നമ്പർ 1, അൽ ജുസ്ഉ സാലിസ്, കിതാബുൻ നിക്കാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുഖ്താർ വാലിഹിൽ അബ്റാർ വസുഹാബിഹിൽ അഖ്യാർ വഅത്ബാഇഹിൽ അത്ഹാർ. അമ്മാ ബഅദ്. അള്ളാഹു ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മശായിഖ്, മാതാപിതാക്കൾ, കുടുംബം, ശിഷ്യന്മാർ, ഭാര്യ, മക്കൾ, മുഹിബ്ബീങ്ങൾ എല്ലാവർക്കും അള്ളാഹു അവൻ്റെ ലിഖാ റിള നൽകട്ടെ, സ്വർഗം വാജിബാക്കട്ടെ, ധാരാളം ഇൽമു പഠിക്കാനും ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. നമ്മയൊക്കെ അള്ളാഹു യഥാർത്ഥ മുതഅല്ലിമീങ്ങളിൽ, ഉലമായിൽ ഉൾപ്പെടുത്തട്ടെ. ഹബീബിങ്ങളെ, കർമ്മശാസ്ത്ര പഠന പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ്. ഫിഖ്ഹ്. പൊതുവെ ഫിഖ്ഹിൻ്റെ കിതാബ് പരിശോധിച്ചാൽ 4 പാർട്ടുകളാണ്. 1-ാം പാർട്ട് ഇബാദാത്ത്, 2-ാം പാർട്ട് മുആമലാത്ത്, 3-ാമത്തെ പാർട്ട് മുനാക്കഹാത്ത്, 4-ാമത്തെ പാർട്ട് ജിനായാത്ത്. ഇപ്പോൾ നമ്മൾ ഓതുന്ന കിതാബ് സാധാരണ മഹല്ലി 4 വാള്യാണ്. അതിൽ 1-ാം വാള്യം 2-ാം വാള്യം കഴിഞ്ഞു. ഇത് 3-ാം വാള്യാണ്. മാത്രമല്ല, 1-ാം ഭാഗം നമ്മൾ ചർച്ച ചെയ്തു, ഇബാദാത്ത് കഴിഞ്ഞു. 2-ാം ഭാഗം മുആമലാത്ത്, ബൈഇൻ്റെ ചർച്ച കഴിഞ്ഞു. ഇത് 3-ാമത്തെ ഭാഗമാണ്, മുനാക്കഹാത്ത്, നിക്കാഹ്. അപ്പോൾ നമുക്ക് പാഠഭാഗം പരിശോധിക്കാം, പാഠം അർത്ഥം വെച്ച് പരിശോധിക്കാം. അപ്പോൾ എല്ലാവരും കിതാബ് സംഘടിപ്പിച്ച് നോക്കുക. നമ്മുടെ കയ്യിലുള്ള കിതാബ് 4 കിതാബ് കൂടിയതാണ് ഒറ്റ കിതാബ്. ഇതിലുള്ള വലിയ എഴുത്തുകൾ മത്തിന് എന്ന് പറയും, ചെറിയ എഴുത്തിന് ഷറഹ് എന്ന് പറയും. വലിയ എഴുത്ത് മത്തിന് പറഞ്ഞതിൻ്റെ പേര് മിൻഹാജ് ത്വാലിബീൻ. വലിയ എഴുത്തില്ലേ, ഏതിപ്പോൾ കിതാബുൻ നിക്കാഹി ഹുവ മുസ്തഹബുൻ ലി മുഹ്താജിൻ ഇലൈഹി എന്ന് പറഞ്ഞില്ലേ, ഇത് വലിയ എഴുത്താണ്. അതിൻ്റെ പേരാണ് മത്തിന്. മത്തിന് മിൻഹാജ് ത്വാലിബീൻ. മത്തിൻ്റെ പേര് മിൻഹാജ് ത്വാലിബീൻ. അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതിയതാണ്. അതിൻ്റെ ഷറഹ് ഏത് ബിഅൻ തതൂക നഫ്സുഹു ഇലൽ വത്ഇ എന്നുള്ള ഭാഗമാണ് ഷറഹ്. അത് അതിൻ്റെ പേര് കൻസുർ റാഗിബീൻ എന്ന, മഹല്ലി എന്ന പേരിൽ അറിയപ്പെടും. ശരിക്കും പേര് കൻസുർ റാഗിബീൻ. അത് എഴുതിയത് ഇമാം ജലാലുദ്ദീനിൽ മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതുപോലെ താഴ്ഭാഗത്ത് കാണുന്നതാണ് അമീറ. അതിന് താഴ്ഭാഗത്ത് കാണുന്നത്, 3-ാമത് കാണുന്നത്, താഴ്ഭാഗത്ത് കാണുന്നത് കല്ലൂബി. ഏറ്റവും താഴെ കാണുന്നത് അമീറ അല്ലെങ്കിൽ ഉമൈറ. രണ്ടും ശരി തന്നെ, രണ്ടും ഉസ്താദുമാർ ഉപയോഗിക്കലുണ്ട്. എന്താവട്ടെ, അപ്പോൾ ഈ 4 കിതാബ് കൂടിയതാണ് ഒരു കിതാബ്. ഇന്ന് പിന്നെ പ്രിൻ്റ് എടുക്കുമ്പോഴും PDF ആക്കുമ്പോഴും പാഠഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഓതുന്ന ഭാഗം നമ്മൾ സാധാരണ ഓതുന്നത് മത്തിന് ഷറഫ് മാത്രമാണ്. അപ്പോൾ അതേ ഇബാറത്ത് പദാനുപദം അർത്ഥം വെച്ച് നമുക്ക് മനസ്സിലാക്കാം. കിതാബുൻ നിക്കാഹി, നിക്കാഹിൻ്റെ കിതാബ്. ഇപ്പോൾ നമ്മൾ ചർച്ച നിക്കാഹാണ്. ഐ അത്തസവ്വുജി അല്ലെങ്കിൽ ഐ തസ്വീജി, രണ്ടും കാണുന്നുണ്ട് കേട്ടോ. തസവ്വുജാണെങ്കിൽ നന്നായി, വിവാഹം ചെയ്യൽ. തസ്വീജൊന്നും കാണുന്നുണ്ട് ചില നുസ്ഖയിൽ. അപ്പോൾ ഹുവ, ഈ വിവാഹം ചെയ്യലാകുന്നത് മുസ്തഹബുൻ, സുന്നത്താണ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് വിവാഹം കഴിക്കുന്നത് വിധി എന്താണ്. 1-ാമത് പഠിക്കുന്ന അറിവെന്താണ്, വിവാഹം കഴിക്കുന്നതിൻ്റെ വിധി എന്താണ്. അപ്പോൾ ആദ്യം സുന്നത്താണെന്ന് പറയും, പിന്നെ കറാഹത്താണെന്ന് പറയും. ഇങ്ങനെ ഇതിൻ്റെ ഹുക്കുമുകളാണ് പറയണത്. ഇപ്പോൾ വിവാഹം കഴിക്കൽ സുന്നത്താണ്. ആർക്ക്? നമ്മൾക്ക് വിവാഹം കഴിഞ്ഞവരാണ്, വിവാഹം ഉദ്ദേശിക്കുന്നവരാണ്. അപ്പോൾ ആർക്കാണ് ഇപ്പോൾ വിവാഹം സുന്നത്ത്? വഹുവ, ഈ വിവാഹം ചെയ്യലാവുന്നത് മുസ്തഹബുൻ, സുന്നത്താക്കപ്പെട്ടതാണ്. ലി മുഹ്താജിൻ ഇലൈഹി, ആ നിക്കാഹിലേക്ക് ആവശ്യമുള്ളവനിക്ക്. ലി മുഹ്താജിൻ, ആവശ്യമുള്ളവനിക്ക്. ഇലൈഹി, നിക്കാഹിലേക്ക് ആവശ്യമുള്ളവനിക്ക് വിവാഹം കഴിക്കൽ സുന്നത്താണ്. എന്താ ഇപ്പോൾ മുഹ്താജ് പറഞ്ഞാൽ? ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ആ ശേഷം വിവരിക്കുന്നു. അപ്പോൾ വഹുവ മുസ്തഹബുൻ ലി മുഹ്താജി ഇലൈഹി എന്നൊക്കെ പറഞ്ഞതാണ് മത്തിന്. അതിൻ്റെ ഷറഹാഞ്ഞ് വായിക്കണം. ബിഅൻ തതൂക നഫ്സുഹു. ബിഅൻ തതൂക നഫ്സുഹു എന്നുള്ളതൊക്കെ ഷറഹാണ്. അതിൻ്റെ പേരാണ് മഹല്ലി കൻസുർ റാഗിബീൻ. നമുക്ക് മനസ്സിലാക്കാം. 1-ാം ദിവസം ആയതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ബിഅൻ തതൂക, അവൻ ആഗ്രഹിക്കലാണ്. ബിഅൻ തതൂക, ആഗ്രഹിക്കലാണ്. നഫ്സുഹു, അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുക. തതൂക്കറ, മോഹിക്കുക.
നഫ്സുഹു അവന്റെ ശരീരം മോഹിക്കുക, ഇലൽ വത്ഇ ജിമാഇലേക്ക്, ഇലൽ വത്ഇ ഇണചേരലിലേക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് ആഗ്രഹിച്ചാൽ അവന്റെ പേരാണ് മുഹ്താജുൻ ഇലൈഹി. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, യജിദു എത്തിക്കണം, ഉഹുബത്തുഹു ആ നിക്കാഹിന്റെ ചിലവ് അവനിക്ക് എത്തിക്കണം, ഐ മുഇനത്തുഹു നിക്കാഹിന്റെ ചിലവ് എത്തിക്കണം, ഉഹുബത്തുഹു ഹു മുഇനത്തുഹു ഹു ആ ഹു എന്ന ലമീറൊക്കെ നിക്കാഹക്ക് മടങ്ങുന്നു. ഉഹുബത്തിന്റെ അർത്ഥം തന്നെയാണ് മുഇനത്ത്. അപ്പോ മുഹ്താജുൻ ഇലൈഹി ആരാണ്? യജിദു ഉഹബത്തുഹു ഉഹുബത്തുഹു നിക്കാഹിന്റെ ചിലവിനെ എത്തിക്കണം. മുഇനത്ത് പറഞ്ഞ എന്താണ്? ചിലവ് എന്ന് പറഞ്ഞല്ലോ. എന്താ ഈ ചിലവ്? അത് മിൻ മഹരിൻ മഹറിനാലുള്ള ചെലവ്. അപ്പോൾ മഹർ വാങ്ങാൻ പൈസ വേണം. വഗൈരിഹി മഹർ അല്ലാത്ത ചെലവിനുള്ള പൈസയും വേണം. വഗൈരിഹി മഹർ അല്ലാത്ത ചെലവ് അതേതാണ്? വസ്ത്രം വാങ്ങണം, ഭാര്യക്ക് വസ്ത്രം വേണം, ഭാര്യക്ക് വീട് വാങ്ങണം, ഭക്ഷണം കൊടുക്കണം. അപ്പോൾ കിസ്വത്ത്, നഫക്ക, വസ്ത്രം, വീട് ഇതൊക്കെ അതിൽ പെട്ടു. അപ്പം ഇതിനൊക്കെ പൈസ കയ്യിൽ യജീദു എത്തിക്കണം. അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിക്കാഹ് ചെയ്താൽ മതി. ഓനിക്കാണ് സുന്നത്ത്. എന്തിനാണ് ഇപ്പം ഈ നിക്കാഹ് ചെയ്യണത്? എന്തിനാ നിക്കാഹ് ചെയ്യണത്? തഹ്സീനൻ ലിദ്ദീന്, തഹ്സീനൻ കാക്കാൻ വേണ്ടി, ലിദ്ദീന് ദീന് കാക്കാൻ വേണ്ടി. അപ്പം ദീനെ നിലനിർത്തണമെങ്കിൽ വിവാഹം വേണം, അല്ലെങ്കിൽ വ്യഭിചരിക്കും, ഹറാമ് ചെയ്യും, തെറ്റിലേക്ക് പോകും. അപ്പൊ വിവാഹം കഴിക്കുന്നത് ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ ദീന് കാക്കാൻ വേണ്ടി. സവാഉൻ കാന മുസ്തഗലൻ ബിൽ ഇബാദത്തി അംലാ, സവാഉൻ സവാഉൻ സമമാണ്, കാന ഈ മുഹ്താജായവൻ ആണ്, മുസ്തഗലൻ ബന്ധപ്പെട്ടവനാണ്, മുസ്തഗലൻ ഏർപ്പെട്ടവനാണ്, ബിൽ ഇബാദത്തി ആരാധന കൊണ്ട് ഏർപ്പെട്ടവനാണ്. ഓനെപ്പോഴും നിസ്കാരം, നോലുമ്പും ഖുർആൻ പാരായണവും ദിക്റും ചൊല്ലി എപ്പോഴും ഇബാദത്ത് കൊണ്ട് ബന്ധപ്പെട്ടവനാണെങ്കിലും സമം അംല അതല്ല. പിന്നെ ഫറളായ 100 അശ്റക്ക നിസ്കരിക്കും, പിന്നെ അവൻ ജോലിക്ക് പോവും. അല്ല ഫുള്ള് ഖുർആൻ ഓതിരിക്കണമെന്നില്ല, ഫുള്ള് ദിക്റല്ലിരിക്കണമെന്നില്ല. അവന് ഫറളായ നിസ്കാരം ചെയ്ത് പിന്നെ അവന് ഫ്രീ ആണ്. അവിടെ സവാവൻ കാന മുസ്തഖലൻ ബിൽ ഇബാദത്ത് എപ്പോഴും ഇബാദത്ത് കൊണ്ട് ബന്ധപ്പെടുന്നവനാണെങ്കിലും ശരി സമമാണ്. അംല അതല്ല, ഇബാദത്ത് കൊണ്ട് ബന്ധപ്പെടുന്നവനല്ല എങ്കിലും സമമാണ്. രണ്ടാളാണെങ്കിലും ഓർക്ക് വത്തിയിലേക്ക് ആഗ്രഹവും ഉണ്ട്, ചെലവിന് കൊടുക്കാൻ പൈസയുമുണ്ട് എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മുഹ്താജുൻ ഇലൈഹിയാണ്. അവനിക്ക് വിവാഹം കഴിക്കൽ സുന്നത്താണ്. മനസ്സിലായല്ലോ? പിന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പ് ഒരു മസല പഠിച്ചു. ഫഇൻ ഫഖദഹ, ഞാൻ ഉഹുബത്തിനെ ഇല്ലാതെയാക്കിയാൽ, ഫഖദന ഇല്ലാതെയാക്കി, ഉഹുബത്തിനെ ഇല്ലാതെയാക്കിയാൽ, ഓന് വിവാഹം കഴിക്കാൻ പൂതിയൊക്കെ ഉണ്ട്, പക്ഷെ കയ്യിൽ പൈസ അല്ല, മഹർ വാങ്ങാൻ പൈസ അല്ല, വീടില്ല, ചെലവിന് കൊടുക്കാൻ പൈസ അല്ല, ജോലിയില്ല, ഒന്നുമില്ല, സാധുവാണ്. അപ്പോൾ ഇസ്തുഹിബ്ബ സുന്നത്താക്കപ്പെടും. തൊർക്കുഹു നിക്കാഹ് ഒഴിവാക്കലാണ് സുന്നത്ത്. വെറുതെ ആ പെണ്ണിനെ പിടിച്ചോണ്ട് നിങ്ങളുടെ അതിൻ്റെ ഭാവികൾ കൊളാക്കണ്ടല്ലോ. ഇവനിക്ക് തിന്നാനില്ല, ഇവനിക്ക് കടന്നുറങ്ങാൻ പായില്ല, വീടില്ല, ഒരു പൈസയില്ല, ഞാൻ പെണ്ണിനെയും കൂടി നമ്മൾ അടങ്ങാറാക്കണ്ടല്ലോ. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഉഹുബത്തിന് ചെലവില്ലെങ്കിൽ, ഉഹുബത്ത് മുഇനത്ത് ഒക്കെ ഒരർത്ഥാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഉഹുബത്തിന് ചെലവില്ല, പൈസ ഇല്ല എങ്കിൽ ഉഹുബത്തിനെ ഇല്ലാതെയാക്കിയാൽ അവനിക്ക് തെർക്കാണ് മുസ്തഹബ്, വിവാഹം ഒഴിവാക്കലാണ് സുന്നത്ത്. അപ്പോൾ ഒരു സംശയം, അപ്പോൾ വിവാഹം കഴിക്കേണ്ട പ്രായത്തിൽ 25-30 വിവാഹം കഴിച്ചില്ലെങ്കിൽ ഷഹ്വത്ത് ഉണ്ടാകുമല്ലോ, ശരീരത്തെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പല ചിന്തകളും വരുമല്ലോ, ഹറാമ് വരുമല്ലോ. അപ്പോൾ പിന്നെ മരുന്നൊടിച്ചെങ്ങാണ്ട് പിന്നെ വികാരത്തെ ഒഴിവാക്കണം. അതൊന്നും വേണ്ട. അതിന് വികാരം നിർത്താൻ വേണ്ടി, പിടിച്ചു നിർത്താൻ വേണ്ടി നോമ്പ് നോൽക്കുക. അപ്പോൾ യക്സിറു അവന് പൊട്ടിച്ച് കളയണം, ഷഹ്വത്തഹു അവന്റെ വികാരത്തെ, ബിസ്സൗമി നോമ്പ് കൊണ്ട്. ഇന്ന് നോമ്പെടുത്താൽ ഷഹ്വത്ത് കൂടെ ഇക്കാരം. അപ്പം ഇന്നത്തെ നോമ്പ് എങ്ങനത്തെ നോമ്പാവണം? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യയിൽ പറഞ്ഞ, ഇമാമിങ്ങൾ തസൗഫിൽ പറഞ്ഞ കണ്ണിന്റെ നോട്ടം കൊണ്ട് കണ്ണിന്റെ നോമ്പ് മുറിയും, ചെവിയുടെ ഹറാമ് കേൾക്കൽ കൊണ്ട് ചെവിയുടെ നോമ്പ് മുറിയും, ഹറാമ് ചിന്തിച്ചാൽ ഹൃദയത്തിന് നോമ്പ് മുറിയും. ഇങ്ങനെ തസൗഫിയായ എല്ലാ അവയവങ്ങളുടെയുമായൊരു നോമ്പുണ്ടല്ലോ, അത് നോക്കുക. അല്ല നോമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണൊക്കെ കൺട്രോളില്ലാതെ പറയും, ചെയ്യണമൊക്കെ ചെയ്യും. കച്ചവടത്തിലൊന്നും നിയന്ത്രണമല്ല, ഇബാദത്തിലും ശ്രദ്ധയില്ല, തിലാവത്തുൽ ഖുർആനും ഇല്ല, നിസ്കാരം കിട്ടി. ഇങ്ങനെ ഒരു വയന്നോവർ നോമ്പാണെങ്കിൽ ആ നോമ്പോട് ഫലമൊന്നും ഉണ്ടാവില്ല, പട്ടിണി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ യക്സിറു ഷഹ്വത്തഹു, അപ്പം അവന്റെ ഷഹ്വത്തിനെ പൊട്ടിച്ച് കളയണം, ബിസ്സൗമി നോമ്പ് കൊണ്ട്.
നോമ്പെടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഇത് നോമ്പെടുക്കണത് അത് ഇർഷാദൻ, നേർമാർഗത്തിന് വേണ്ടി, ശറഇന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇർഷാദിന് വേണ്ടി, നേർമാർഗത്തിന് വേണ്ടിയാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ തെറ്റിക്കൊന്നും പോവില്ല. ഹൃദയം, കണ്ണും, കാലും, ചെവി എല്ലാ അവയവങ്ങളും ഇലാഹി ചിന്തയിൽ കൊണ്ടുവരാൻ സാധിക്കും. അതൊരു പ്രൊട്ടക്ഷനാണ് നോമ്പ്, തസൗഫിയായ നോമ്പ്. അത് തൗഫീഖ് നൽകട്ടെ. പിന്നെ നാളെ നോമ്പൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. പിന്നെ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ റവാഹു ശൈഖാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിമ്മാ റവാഹു ശൈഖാനി, അത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒന്നിൽപ്പെട്ടതാണ്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതിനാണ് ശൈഖാനി എന്ന് പറയാം. ഹദീസിൽ ശൈഖാനി എന്ന് പറഞ്ഞാൽ ബുഖാരി മുസ്ലിമാണ്. ഫിഖ്ഹിൽ ശൈഖാനി എന്ന് പറഞ്ഞാൽ നവവി ഇമാമും റാഫി ഇമാമാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട്. എന്താ ഹദീസ്? മുത്തുനബി പറഞ്ഞത്, യാ മഅശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് ഫഇന്നഹു അഗല്ലു ലിൽ ബസ്വരി വഅഹ്സനു ലിൽ ഫർജി വമൻ ലം യസ്തതി' ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാഅ്. സദഖ റസൂലുള്ളാഹ്. ഇതാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ മഅശറ ശബാബ്, യുവാക്കളുടെ സമൂഹമേ, യുവാക്കളുടെ സമൂഹമേ, ശബാബ് യുവാക്കൾ, മഅശറ സമൂഹമേ. നമ്മൾ വെള്ളിയാഴ്ച മുഅദ്ദിൻ ഉസ്താദ് മഅശറൽ മുസ്ലിമീൻ, മഅശറ വിളിക്കൂലേ വാൾ കൊടുത്തിട്ട്, അർത്ഥം എന്താ? മഅശറൽ മുസ്ലിമീൻ, മുസ്ലിം സമൂഹമേ. യാ മഅശറ ശബാബ്, യുവ സമൂഹമേ, യുവാക്കളുടെ സമൂഹമേ, മനിസ്തതാഅ മിൻകും, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും സാധിച്ചാൽ, അൽ ബാഅത്ത, ചെലവിന് കൊടുക്കാൻ സാധിച്ചാൽ, അൽ ബാഅത്ത നിക്കാഹിനുള്ള ചെലവിന് സാധിച്ചാൽ, മഹർ, ഭക്ഷണം, വസ്ത്രം, വീട്, ഇതാണ് ബാഅത്ത്. മേലെ പറഞ്ഞല്ലോ, മുഇനത്ത്, ഉഹുബത്ത്, ബാഅത്ത് ഒരേ അർത്ഥാണ്. അപ്പൊ ബാഅത്തിന് ചെലവിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട്, അതിന് സാധിച്ചാൽ, വിവാഹത്തിന് ചെലവുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, മുസ്ലിം യുവാക്കളെ, യുവ സമൂഹമേ, ഫൽയതസവ്വജ്, അവൻ വിവാഹം ചെയ്യട്ടെ. ഫഇന്നഹു, ആ നിക്കാഹ്, അഗല്ലു ലിൽ ബസരി, കണ്ണിനെ ചിമ്മിപ്പിക്കും. അഗല്ലു, ചിമ്മിപ്പിക്കും. പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി എന്നല്ലേ? പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി, പിന്നെ റോട്ടിൽ കൂടി പോകുമ്പോൾ നാലോറം നോക്കൂല. കാരണം ഒരു പെണ്ണിനെ കണ്ട അതിനെ നമ്മൾ ഭാര്യയെടുത്തുണ്ടല്ലോ, അപ്പോൾ നാലോറം നോക്കൂല. അതാണ് കാരണന്മാര് പറയല്, പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി. അപ്പൊ അഗല്ലു ലിൽ ബസരി, അത് കണ്ണിനെ ചിമ്മിപ്പിക്കും. വഅഹ്സനു ലിൽ ഫർജി, അഹ്സനു കാക്കും, ലിൽ ഫർജി ഗുഹ്യത്തെ കാക്കും. അപ്പൊ ഫർജിനൊക്കെ ഒരു ഹിഫ്ള് വരും. വമൻ ലം യസ്തതി', ഒരുത്തിന് സാധിച്ചില്ലെങ്കിൽ, ഫഅലൈഹി, അവന്റെ മേൽ അനിവാര്യമാണ്, ബിസ്സോമി, നോമ്പ് അനുഷ്ഠിക്കണം. അവന് നോമ്പ് ലാസിമാക്കിക്കോട്ടെ. ഫഇന്നഹു, തീർച്ചയായിട്ടും ഈ നോമ്പാകുന്നത്, ലഹു, ആ വ്യക്തിക്ക്, വിജാഉൻ, ഒരു പരിചയാണ്, വിജാഉൻ, ഒരു പ്രൊട്ടക്ഷനാണ്. വിജാഉൻ, അത് ശമിപ്പിക്കും, ഒരു പ്രൊട്ടക്ഷനാണ്. വിജാഇന്റെ അർത്ഥം എന്താണ്? ഐ ദാഫിഉൻ ലി ശഹവതിഹി, അവന്റെ ശഹവത്തിനെ അത് മുടക്കിക്കളയും, ശഹവത്തിനെ ഇല്ലാതെയാക്കി കളയും എന്നാണ് അതിനർത്ഥം. വിജാഇന്റെ അർത്ഥം ഐ ദാഫിഉൻ ലി ശഹവതിഹി, അവന്റെ ശഹവത്തിനെ തടയുന്നതാണ് എന്നർത്ഥം. ദാഫിഉ എന്നാണ് തട്ടിക്കളയുന്നതാണ്, തടുക്കുന്നതാണ് എന്നുള്ള അർത്ഥം. ഇനി ലഫ്ള് ഹല്ലിയാണ്, മഅന പറഞ്ഞു, ഹദീസിന്റെ മഅന പറഞ്ഞു, ലഫ്ള് ഹയ്യാണ്. വൽ ബാഅത്തു, അങ്ങനെ വാക്കുണ്ടല്ലോ ഹദീസിൽ അല്ലേ? എവിടെ? യാ മാശറ ശബാബി മനിസ്തതാഅ മിൻകുമുൽ ബാഅത്ത, അതിനെ പറ്റിയിട്ടാണ്. വൽ ബാഅത്തു, ബാഅത്ത് എന്ന വാക്കാവുന്നത് ബിൽ മദ്ദി, മദ് കൊണ്ടാണ് വായിക്കേണ്ടത്. എങ്ങനെ? ബഅത്ത് എന്നല്ല, ബാഅത്ത്. പെരുന്ന് കിട്ടലും വേണ്ട. മൂക്കിന് മുക്കെന്നും പറയില്ല, മൂക്കെന്നും പറയില്ലല്ലോ. ആ കോലത്തിലൂടെ നീട്ടുക. ബത്ത് എന്നല്ല, ബഅത്ത് എന്നല്ല, ബാഅത്ത് എന്നല്ല, മൂക്ക്. വൽ ബാഅത്തു ബിൽ മദ്ദി, മദ് കൊണ്ട് ബാഅത്ത് എന്ന് വായിക്കുക. അർത്ഥം എന്താ? മുഅ്നിൻ നിക്കാഹി, നിക്കാഹിന്റെ ചിലവുകൾ മേലെ പറഞ്ഞല്ലോ. മഹർ, വസ്ത്രം, വീട്, ഭക്ഷണം, ഇതിനുള്ള ചെലവൊക്കെ ഉണ്ട് വെച്ചാൽ അത് കഴിഞ്ഞോടെ അല്ലേ? ഓക്കെ. അപ്പൊ ഈ നോമ്പെടുക്കണം എന്തിനാ? മനസ്സിനെ, വികാരത്തെ നിയന്ത്രിക്കാനാ. ഇനിയിപ്പോ നോമ്പെടുത്തിട്ട് വികാരം നിയന്ത്രിക്കണില്ലല്ലോ, നോമ്പെടുത്ത് നോക്കുമ്പോ വികാരം കൂടിയിക്കുക. അപ്പൊ എന്താ ചെയ്യാ? ഫഇല്ലം തൻകസിർ, പൊട്ടിച്ചിട്ടില്ലെങ്കിൽ,
ബിസ്സൗമി നോമ്പ് കൊണ്ട് പൊട്ടിച്ചിട്ടില്ല, വികാരം നീങ്ങണില്ല, നോമ്പ് കൊണ്ട് വികാരം പൊട്ടിയിട്ടില്ലെങ്കിൽ. ലാ യക്സിറുഹ അവൻ പൊട്ടിക്കരുത്, ആ ഷഹവത്തിനെ പൊട്ടിക്കരുത്. ബിൽ കാഫൂരി കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ട്, കർപ്പൂരം തിന്നുക, അത് ഉപയോഗിക്കുക. വനഹവിഹി കർപ്പൂരം പോലോത്തത് കൊണ്ട്. അവൻ നഹവിഹി എന്ന് പറഞ്ഞാൽ മരുന്നുകളൊക്കെ ഉപയോഗിക്കുക, വല്ല മരുന്ന് കുടിക്കുക, ഡോക്ടറെ കണ്ട് മരുന്ന് കുടിച്ചിട്ട് വികാരം ഒഴിവാക്കുക, ഇഞ്ചക്ഷൻ കുത്തിവെച്ച് വികാരം ഒഴിവാക്കുക. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ വിവാഹത്തിന് പൈസ ഉണ്ടായാലും വിവാഹം കഴിച്ച കുട്ടികളുണ്ടായിട്ടില്ലെങ്കിലോ, പിന്നെ അവനക്ക് ആരോഗ്യം ഉണ്ടായിട്ടില്ലെങ്കിലോ അപ്പം എന്താ ചെയ്യുക? അപ്പം കർപ്പൂരം കൊണ്ടോ മരുന്നൊന്നും ഉപയോഗിച്ചും കൊണ്ട് വിവാഹം പൊട്ടിക്കൊന്നും വേണ്ട. പിന്നെന്താ ചെയ്യുക? വല്ലെങ്കിലും യതസവ്വജു അവന് ആവശ്യമുണ്ട് വെച്ചാൽ വിവാഹം ചെയ്യിക്കണം, യതസവ്വജു അവന് വിവാഹം ചെയ്യണം. അപ്പം ഇത്ര നേരം പറഞ്ഞത് മഹത്താജായ വ്യക്തിയെ പറ്റിയാണ്. ആ ചർച്ച അവിടെ കഴിഞ്ഞു. ഇനി ആവശ്യമില്ലെങ്കിലോ എന്ന് അടുത്ത മസാല. ഇനി നേരെ എതിര്. അപ്പോൾ എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ. എന്താ നോക്കിയൊക്കെ, ഫഇല്ലം യഹ്തജ് ഇനി ആവശ്യമില്ലെങ്കിൽ, ഇലൈഹി നിക്കാഹിലേക്ക് അവൻ ആവശ്യമല്ല. അതെങ്ങനെയാണ് ആവശ്യമില്ലാത്ത കോലം? അതാ പറയണു, മഹല്ലിമാമ് പറയുന്നു, ബി അല്ലം തത്തുഖ് നഫ്സുഹു. അർത്ഥം വയ്ക്കും മേലെ വന്നല്ലോ, അർത്ഥം വയ്ക്കും മേലെ വന്നല്ലോ. ബി അല്ലം തത്തുഖ് അവന് ആഗ്രഹമില്ല, ബി അല്ലം തത്തുഖ് ആഗ്രഹമില്ല, നഫ്സുഹു അവന്റെ ശരീരത്തിന് ആഗ്രഹമില്ല, അവന്റെ മനസ്സിന് മോഹമില്ല. ഇലൽ വത്ത് ഇണചേരലിലേക്ക് മനസ്സിന് ആഗ്രഹമില്ല, ഒരു ജിമായാൻ തോന്നണേ അല്ല, അപ്പൊ ആവശ്യമില്ല. അപ്പൊ കുരിഹലഹു അവനക്ക് കറാഹത്താക്കപ്പെടും. പിന്നെ ഇതിനപ്പോ പെണ്ണിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇണചേരാൻ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ പെണ്ണിട്ടണ്ട എന്നാ പറഞ്ഞത്. കെട്ടേണ്ടത് മാത്രമല്ല, അവൻ വിവാഹം കഴിക്കൽ കറാഹത്താണ്. കുരിഹലഹു അവനക്ക് കറാഹത്താണ്. ഒരു വിശദീകരണം കൂടി അവിടെ ആവശ്യമാണ്. ഇൻ ഫഖദൽ ഉഹുബത്ത ചിലവ് ഇല്ലെങ്കിൽ, കയ്യിൽ പണം ഇല്ലെങ്കിൽ, മഹർ, കിസ്വത്ത്, വീട്, ഭക്ഷണം, ഇതിന് ചിലവ് ഇല്ലെങ്കിൽ, ലിമാഫീഹി ഒന്നിനു വേണ്ടി, മിനൽ ഇൽത്തിസാമി ഏറ്റെടുക്കലിനാൽ, മാ ഒന്ന്, ലാ യഖ്ദിറു അലൈഹി അവന്റെ മേൽ സാധിക്കാത്ത ഒന്ന് ഏറ്റെടുക്കുക. എന്തിനാ അതിന്റെ ആവശ്യം? പെണ്ണിനെ ബുദ്ധിമുട്ടാക്കണത്? അത് വേണ്ട. മാത്രമല്ല ഇവന് സാധിക്കാത്തൊരു കാര്യം ഏറ്റെടുക്കുകയാണ്. മിൻ ഗൈരി ഹാജത്തിൻ ആവശ്യം ഇല്ലാതെ. മേലെ പറഞ്ഞത് ആവശ്യമുണ്ട് എന്നാ, ഇവന് ഇണചേരലിലേക്ക് ആവശ്യമുണ്ട്, ഇവിടെ ആവശ്യമല്ല. അപ്പൊ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തത് തലമ പൊന്തിച്ച് ആ പെണ്ണിനെയും കൂടി കേടെടുത്തുന്നത്, ബുദ്ധിമുട്ടാക്കണത്? അപ്പോൾ വേണ്ടാന്ന്, അവൻ നിക്കാഹ് ചെയ്യണ്ട. സവാഉൻ സമമാണ്, കാനബിഹി അവനക്കുണ്ടാവൽ ഇല്ലത്തും രോഗം ഉണ്ടാവലും അംല രോഗം ഇല്ലാതിരിക്കലും. അവനക്ക് രോഗം ഉണ്ടാവട്ടെ രോഗം ഇല്ലാതിരിക്കട്ടെ, എന്താണെങ്കിലും ആവശ്യമില്ലല്ലോ. അപ്പോൾ സമാണ്, ഓന് വിവാഹം കഴിക്കണ്ട, ഓനെ പ്രോത്സാഹിപ്പിക്കണ്ട. ഇനി അടുത്തൊരു കാര്യം, വ ഇല്ല അങ്ങനെയല്ലെങ്കിൽ. വ ഇല്ല പറഞ്ഞാല് രണ്ട് നഫ്യാണ് അവിടെ അല്ലെ. വ ഇല്ല പറഞ്ഞാല് ഉഹുബത്തിനെ ഇല്ലാതെ ആക്കിയിട്ടില്ല എങ്കിൽ. വ ഇല്ല പറഞ്ഞാല് അങ്ങനെയല്ലെങ്കിൽ, അഥവാ ഉഹുബത്തിനെ ഇല്ലാതെ ആക്കിയിട്ടില്ല എന്നതില്ല. അതായത് വൈലം യഫ്ഖിദ് ലുഹുബത്ത ഉഹുബത്തിനെ ഇല്ലാതെയാക്കിയിട്ടില്ലെങ്കിൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഉഹുബത്ത് ഉണ്ടെങ്കിൽ, ഉഹുബത്തിന് സാധ്യമായാൽ, അതാണ് വജദഹ. അതാ പറയണു, അതായത് വജദഹ ഉഹുബത്തിനെ അവൻ എത്തിച്ചാൽ, വലൈസബിഹി അവനിക്കില്ല ഇല്ലത്തുൻ രോഗമൊന്നും അവനിക്കില്ല. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഫലാ യുക്റഹു ലഹു അവനിക്ക് കറാഹത്തില്ല. ലാക്കിന്നൽ ഇബാദത്ത അഫ്ളലു ലാക്കിന്ന എങ്കിലും അൽ ഇബാദത്താവുന്നത് അഫ്ളലു അവനക്ക് ഏറ്റവും ലഹു അവനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ഇബാദത്താണ് കേട്ടോ. മിൻഹു ആ നിക്കാഹിനേക്കാൾ. ഇതൊരു നഹവിയായ ചർച്ചയാണ്. നമ്മൾ അഫ്ളലുവിന് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് അർത്ഥം വെക്കണ്ട. അഫ്ളലുവിന്റെ അർത്ഥം എന്താണ്? അതായത് ഫാളിലത്തുൻ ശ്രേഷ്ഠമാണെന്ന്, അലിഹിന്റെ ശ്രേഷ്ഠമാണ് എന്ന് അർത്ഥം വെച്ചാൽ മതി. അഫ്ളലിന് ശ്രേഷ്ഠമാണെന്ന് അർത്ഥം വെച്ചാൽ മതി. എന്ത് വേണ്ട? ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് അർത്ഥം വെക്കണ്ട. ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം വരിക അറിയോ? ഇബാദത്ത് ഏറ്റവും ശ്രേഷ്ഠമാണ്,
നിക്കാഹ് ചെയ്യല് കുറച്ച് ശ്രേഷ്ഠമാണെന്ന് വന്നു അല്ലേ? അപ്പൊ അത് വേണ്ട. നിക്കാഹ് ചെയ്യൽ ശ്രേഷ്ഠം തന്നെ അല്ല, ഇബാദത്താണ് ശ്രേഷ്ഠത എന്നാണ് അർത്ഥം കിട്ടേണ്ടത്. മനസ്സിലാകണം, സംശയം ഉണ്ടാവരുത്. അഫ്ളലിന് ഇവിടെ ഇസ്മു തഫ്ളീലിന്റെ അഫ്അലു തഫ്ളീലിന്റെ മാനല്ല. കാരണം ഇബാദത്ത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് അർത്ഥം വെച്ചാൽ അത് തെറ്റാണ്. ഇബാദത്ത് ഏറ്റവും ശ്രേഷ്ഠമാണ്, നിക്കാഹ് കുറച്ച് ശ്രേഷ്ഠമാണ് എന്ന് അർത്ഥം കിട്ടൂലേ? അങ്ങനെ ഇവിടെ മെസ്സേജ് ഇല്ല. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇബാദത്ത് ശ്രേഷ്ഠമാണ്, നിക്കാഹ് ശ്രേഷ്ഠമല്ല, വേണ്ട. അതാണ് ഈ അഫ്ളലു എന്നുള്ളതിന് അഫ്ളലിന്റെ അർത്ഥമല്ല ഐ ഫാദിലത്തുൻ അലൈഹി, ഫാദിലത്തിന്റെ ശ്രേഷ്ഠമാണെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതവിടെ കഴിഞ്ഞു. ഇനി നബവിമാ പറയാണ്, ഇനി തിരുത്തി പറയാണ് എന്ന് പറഞ്ഞാല് കുൽത്തു നബവിമാമായ ഞാൻ പറയട്ടെ, കുൽത്തു നബവിമാമായ ഞാൻ പറയട്ടെ എന്ത്? ഫഇല്ലം യതഅബ്ബദ്, അവന് ഇബാദത്തൊന്നും ചെയ്യുന്നില്ല, എപ്പോൾ ഇബാദത്തൊന്നല്ല, എന്നാ പിന്നെ ഫന്നിക്കാഹു, അപ്പൊ നിക്കാഹാണ് അഫ്ളലു ലഹു, അവനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. മിൻ തർക്കിഹി, നിക്കാഹ് ഒഴിവാക്കുന്നതിനേക്കാൾ നിക്കാഹ് തന്നെയാണ് നല്ലത്. ഫിൽ അസഹി, അസഹായ അഭിപ്രായം അങ്ങനെയാണ്. പലോലും അത് അഭിപ്രായം, നബവിമാ മാത്രമൊന്നുമല്ല, പലോലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കമാ ദക്കറഹു, ഈ അഫ്ളലാണ് എന്ന് പറഞ്ഞതുപോലെ, അറാഫിഉ, റാഫി ഇമാം പറഞ്ഞതുപോലെ. എവിടെ? ഫി ശറഹി, മൂപ്പര കിതാബില് ശറഹിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അഫ്ളല് നിക്കാഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നബവിമാം പറഞ്ഞിട്ടുണ്ട്, റാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്. കമാ ദക്കറഹു റാഫിഉ, റാഫി ഇമാം പറഞ്ഞതുപോലെ, ഫി ശറഹി, ശറഹിൽ പറഞ്ഞതുപോലെ. പിന്നെ എന്താ സംഭവം അതെന്നറിയോ? ഓനെ നിക്കാഹ് ചെയ്യലാണ് നല്ലതെന്ന് പറഞ്ഞത് കൈലാ തുഫ്ളിയ ബിഹി, അവനെ ചേർക്കാതിരിക്കാൻ വേണ്ടി. അൽ ബത്താലത്തു, ബത്താലത്ത് ചേർക്കാതിരിക്കാൻ വേണ്ടി. ബത്താലത്ത് പറഞ്ഞാൽ എന്താ പറയാ? ബ്രഹ്മചര്യം. ബത്താലത്തിന്റെ അർത്ഥം എന്താ? വിവാഹം കഴിക്കാതിരിക്കുക. ഇപ്പൊ വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളത് ചേർക്കാതിരിക്കാൻ വേണ്ടി. ഇലൽ ഫവാഹിഷി, തിന്മയിലേക്ക്, ഹറാമിലേക്ക്. ഫവാഹിഷ് പറഞ്ഞാല് വ്യഭിചാരത്തിലേക്ക്. അപ്പോ വിവാഹം കഴിക്കാതെ ബത്താലത്തായി നടന്നാൽ, പെണ്ണിട്ടാതെ നടക്കണേ ആ ബത്താലത്താണ് ബ്രഹ്മചര്യം. അപ്പൊ ബത്താലത്തായി നടന്നാൽ അത് എന്താണ്? ഹറാമക്ക് ചേർക്കും. അതാണ് കൈലാ തുഫ്ളിയ ബിഹി, അവനെ ചേർക്കാതിരിക്കാൻ വേണ്ടി. അൽ ബത്താലത്തു, ഈ ബ്രഹ്മചര്യം ചേർക്കാതിരിക്കാൻ വേണ്ടി. ബ്രഹ്മചര്യത്തെ മനസ്സിലാകാൻ വേണ്ടി പറയണ വിവാഹം കഴിക്കാത്ത അവസ്ഥയാണ് ഉദ്ദേശിച്ചത്. ഈ സന്യാസമൊക്കെ, സന്യാസം ഇലൽ ഫവാഹിഷി, ഹറാമിലേക്ക്, തിന്മയിലേക്ക് ബ്രഹ്മചര്യം ചേർക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഒരു പണിയില്ലല്ലോ പിന്നെ. അപ്പൊ ഒരു പണിയില്ലാത്തവന് ഇബ്ലീസ് പണി കൊടുക്കുന്നല്ലേ? അപ്പൊ അതുകൊണ്ട് വേണ്ട. അപ്പൊ അസഹാണ് പറഞ്ഞത്. ഇനി അസഹിന്റെ മുക്കാബില സാനി, സാനി പറയാണ്. എന്താ പറയണത്? എന്നാ അവനെ സംബന്ധിച്ചിടത്തോളം സാനി പറയണ തെർക്കുഹു, അവനിക്ക് ഒഴിവാക്കലാണ് നല്ലത്. അഫ്ളലു, ശ്രേഷ്ഠമായത്, മിൻഹു, അതിനേക്കാൾ. അപ്പൊ വേണ്ട, നിക്കാഹ് വേണ്ട, ഒഴിവാക്കലാണ് നല്ലത്. എന്ത് സംഭവം? അപ്പോ അത് റാഹത്താവൂല. കാരണം എന്താ വെച്ചാൽ ഈ ഖത്തരി, അപകടം ഉണ്ടായതിന് വേണ്ടി, ഫിൽ ഖിയാമി, നിലനിർത്തുന്നതിൽ, ബി വാജിബിഹി, ആ നിക്കാഹിന്റെ വാജിബുകളൊക്കെ നിലനിർത്തുന്ന വിഷയത്തിൽ അപകടം ഉണ്ടാവും. ഓന് പെണ്ണിട്ടിട്ട് അതിനെ കൊണ്ടുനടക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ എന്തിനാണ് നിക്കാഹ് ചെയ്യിക്കണത്? അപ്പൊ നിക്കാഹ് വേണ്ടാന്നാണ് സാനിക്കാര് പറയണത്. താല്പര്യം, പിന്നെ മഹ്താജും താല്പര്യവും കിസുവത്തും പൈസയും ഇതിനകത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ആ പണിക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ആ പണിക്ക് പോകണ്ട. കാരണം അവന്റെ വാജിബാണ് ഇതൊക്കെ. കിസുവത്ത് കൊടുക്കലും ഭക്ഷണം കൊടുക്കലും ഭാര്യയ്ക്ക് വേണ്ട കൊടുക്കലൊക്കെ വാജിബാണ്. ആ വാജിബ് ഖിയാമ് നാളെ നിലനിർത്തുന്നതിൽ ഖത്തർ ഉണ്ടായതിനു വേണ്ടി, അപകടം ഉണ്ടായതിനു വേണ്ടി വിവാഹം കഴിക്കണ്ട. അവസാനി സാനിക്കാര് പറയാണ് തെറുക്കുഹു, അവൻ ഒഴിവാക്കലാണ് അഫ്ളലു, നല്ലത് എന്ന്. ഇനി മസ്അല അടുത്തൊരു സ്റ്റെപ്പായിട്ട് പറയണം. ഫൈൻ വജദ, ഇനി അവൻ എത്തിച്ചാൽ, അൽ ഉഹുബത്ത, ചിലവിനെ എത്തിച്ചു. മഹറിന് പൈസ ഉണ്ട്, കിസ്വത്തുണ്ട്, വസ്ത്രമുണ്ട്, ഇതിനൊക്കെ എത്തിച്ചാൽ വബിഹി, പക്ഷെ അവനിക്കുണ്ട് ഇല്ലത്തുൻ, രോഗമുണ്ട്, വലിയ ബുദ്ധിമുട്ടുണ്ട്. കഹറമിൻ, വാർദ്ധക്യം പോലെ, ഔ മറലിൻ ദായിമിൻ, നിരന്തരം രോഗം പോലെ. അവന് എപ്പോഴും രോഗിയ. അത് താനീൻ, അവൻ ഇന്നീനാണ്, ശേഷിയില്ല, ജിമാഇനുള്ള കൂവത്തില്ല, ആരോഗ്യമല്ല. കുരിഹലഹു, അവനിക്ക് കറാഹത്താക്കപ്പെടും. കുൽത്തു പറഞ്ഞത് ഫസ്റ്റ് എൻ്റെ വല്ലാഹു ആലം, ആ ബ്രാക്കറ്റ് കൂട്ടി. കുൽത്തു പറഞ്ഞ ബ്രാക്കറ്റ് തുടങ്ങി, അള്ളാഹു ബ്രാക്കറ്റ് കൂട്ടി. അതിന് തുടക്കത്തിൽ ഇസ്തിലാഹിൽ നമ്മൾ പറഞ്ഞില്ലേ, നബി ഇമാം ചില മസാലകളൊക്കെ പറയുമ്പോൾ കുൽത്തു അള്ളാഹു ആലം പറയുന്നു. അതാണത്.
ലിൻതിഫാഇ ഇല്ലാത്തതിന് വേണ്ടി, ഹാജത്തിഹി അവനിക്ക് ആവശ്യം ഇല്ലാത്തതിന് വേണ്ടി, ഇലൈഹി നിക്കാഹിലേക്ക്, മഅൽ ഖത്തരി അപകടം ഉണ്ടാകലോടുകൂടെ, ഫിൽ ഖിയാമി നിലനിൽക്കുന്നതിൽ, ബി വാജിബിഹി നിക്കാഹിന്റെ വാജിബ് കൊണ്ട് നിലനിൽക്കുന്നതിൽ അവനക്ക് അപകടം ഉണ്ടാകലോടുകൂടെ അവന് വേണ്ട കേട്ടോ. പിന്നെ വലൈസത്തുൽ മസ്അലത്തു ഈ മസ്അല ഇല്ല. അവസാനം പറഞ്ഞില്ലേ മത്തിനില് ഫഇൻ വജദൽ ഉഹുബത്ത വബിഹി ഇല്ലത്തു എന്ന് പറഞ്ഞില്ലേ, ഈ അവസാനം പറഞ്ഞ മസ്അല ഇല്ല ഫി റൗളത്തി റൗള എന്ന കിതാബിൽ ഇല്ല, വല അസ്ലിഹ അസ്ലു റൗള എന്ന കിതാബിലും ഇല്ല. ഇവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ ഒന്നും കാണാനില്ല. പിന്നെ അടുത്തത് വതവഖഫ ബഅദുഹും ഫുഖഹായിലെ ചിലർ മൗനം പാലിച്ചു. തവഖഫ മൗനം പാലിച്ചു. ബഅദുഹും ചില ഫുഖഹാക്കൾ ഫിൽ കറാഹത്തി കറാഹത്താണ് എന്ന വിഷയത്തിൽ, ഫിഹ ഈ മസ്അലയിൽ കറാഹത്താണെന്ന് പറഞ്ഞില്ല, കറാഹത്തില്ല എന്ന് പറഞ്ഞില്ല. തവഖഫ ഒരു മുണ്ടാകുന്നു, മൗനം പാലിച്ചു ഈ വിഷയത്തിൽ. അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, ഒന്നാമത്തെ ക്ലാസ് പൂർത്തിയായി. നാളെ ഇസ്തഹബ്ബു അല്ലേ, നാളെ വായിക്കാം. അപ്പൊ ഇന്ന് മൊത്തത്തിൽ നമ്മൾ ഫിഖ്ഹ് മൂന്നാം ഭാഗമായ മഹല്ലി നമ്മൾ തുടങ്ങി അല്ലേ. എന്തൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചത്? ആകെ പഠിച്ചത് ഒരേ ഒരു പോയിന്റാണ്, വിവാഹം കഴിക്കുന്നതിന്റെ വിധി എന്താണ് എന്ന്. അപ്പൊ വിവാഹം കഴിക്കൽ സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. ആർക്കാണ് സുന്നത്ത് നമ്മൾ പറഞ്ഞു. രണ്ടാമത് കറാഹത്താണ് എന്ന് പറഞ്ഞു. അതുപോലെ വിവാഹം ഒഴിവാക്കലാണ് സുന്നത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചോദ്യം, അതിന്റെ വിശദീകരണങ്ങളാണ് പഠിച്ചത് ഒന്ന്. രണ്ടാമത് പിന്നെ ഒരു ചോദ്യം അതാണ് കേട്ടോ. പിന്നെ നമ്മളിന്ന് പഠിച്ചൊരു അറിവ് എന്താണ്? മരുന്ന് ഉപയോഗിച്ച് വികാരം നിയന്ത്രിക്കാൻ പറ്റുമോന്ന്. മരുന്ന് ഉപയോഗിച്ച് വികാരം നിയന്ത്രിക്കാൻ പറ്റുമോന്ന്. ഉത്തരം പറ്റൂല. താൽക്കാലികമായി നിയന്ത്രിക്കൽ കറാഹത്താണ്. മരുന്ന് ഉപയോഗിച്ച് പാടേ വികാരം ഒഴിവാക്കലോ അത് ഹറാമാണ്. ഇത് നമ്മളിപ്പോ ചർച്ച വന്നു, മനസ്സിലായി. മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കുക നിക്കാഹ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്. നമ്മൾ ഫത്തുൽ മുഈനിന്റെ തുടക്കത്തിൽ മറ്റൊക്കെ പറഞ്ഞില്ലേ, നിക്കാഹ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒരുമിച്ച് ഒരുമിക്കുക, കൂടുക എന്നൊക്കെയാണ് നിക്കാഹ് എന്ന വാക്കിന്റെ ലുഗത്തർത്ഥം. എന്നാൽ വാക്കർത്ഥം അങ്ങനെയാണ്, മനസ്സിലായല്ലോ. ഖുർആനിൽ വന്ന വാക്കാണ് ഇൻകാഹ് തസ്വീജ്. ഇൻകാഹ് പറഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കുക, തസ്വീജ് പറഞ്ഞാൽ ഇണയാക്കി കൊടുക്കുക. ഈ വാക്കിൽ നിന്നാണ് നമ്മൾ ഈ നിക്കാഹ് സാധുവാകേണ്ട വാക്കുകളൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ളത്, മനസ്സിലാകണ്ടോ. നമ്മൾ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഒരു ഖത്തീബിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഖാളി ആകണമെങ്കിൽ, ഖത്തീബ് ആകണമെങ്കിൽ ആവശ്യമായ മസ്അലകളാണ്. അപ്പൊ നിക്കാഹിന്റെ വാക്ക് ഖുർആനിൽ വന്നത് ഇൻകാഹും തസ്വീജുമാണ്. സവജതുക അൻകഹതുക എന്നൊക്കെ പറയില്ലേ, ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിവരിക്കണം. അതോടൊപ്പം നമ്മളിന്ന് ചർച്ചയിൽ മനസ്സിലാക്കേണ്ടത് നിക്കാഹിന്റെ അടിസ്ഥാനങ്ങൾ ഏതെല്ലാം. ഖുർആന്, ഉത്തരം ഖുർആന്, സുന്നത്ത്, ഇജ്മാ തുടങ്ങിയ പ്രമാണങ്ങളാണ് നിക്കാഹിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. നിക്കാഹ് എന്നാണ് നിയമമാക്കപ്പെട്ടത്? മറുപടി പണ്ടേ ഉള്ള ശരീഅത്താണ്. നിക്കാഹ് ആദം നബി അലൈഹി സ്വലാം മുതൽക്കു തന്നെ നിലവിലുണ്ട്. ഇനി നാളെ സ്വർഗത്തിൽ വെച്ചും നിക്കാഹ് നടക്കുന്നതാണ് കേട്ടോ. സ്വർഗത്തിൽ വെച്ചൊക്കെ നിക്കാഹ് ഉണ്ടാകുമോ? പിന്നെ നമ്മളെ മാതാപിതാക്കളോ മക്കളൊഴികെ വിവാഹബന്ധം ഹറാമായവരെ ഒഴിച്ച് വേറെ ആരെയും സ്വർഗത്തിൽ നമുക്ക് എന്താക്കാം, നിക്കാഹ് ചെയ്യാൻ പറ്റും. നിക്കാഹ് എന്തിനാ ചെയ്യണത്? എന്തിനാ നിക്കാഹ്? പല ഗുണങ്ങളുണ്ട്. ദാമ്പത്യ സുഖം, സന്താന പരമ്പര നിലനിർത്തുക, അതുപോലെ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാകുന്ന ഇന്ദ്രിയത്തെ പുറപ്പെടുവിക്കുക. അത് കെട്ടിക്കടന്നാൽ കേടാണ് ശരീരത്തിൽ. ഇതൊക്കെ നിക്കാഹിന്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. പിന്നെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് അതിന്റെ വൽഹാസിൽ നമുക്ക് ചോദ്യമായിട്ട് എഴുതി വിടാം. അള്ളാഹു നാഫിആയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അവരൊക്കെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമുക്കൊക്കെ ഈ കിതാബ് മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു വലിയ ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
എല്ലാവരും ആദ്യ കിതാബല്ലേ, ആദ്യ സബുക്കല്ലേ, മുസന്നിഫ് മശായിഖിൻ്റെ പേരിൽ ഫാത്തിഹ യാസീനൊക്കെ എല്ലാവരും ഓതുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.